നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ചില ആളുകൾ ഈ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഒരു മൂവി റിവ്യൂ ചെയ്ത് ഏറിക്കേറി ബഹിരാകാശം വരെ ചെന്ന് തൊട്ടേക്കാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. ഇവിടെ തന്നെ സീക്രട്ട് ഏജന്റിന്റെ കാര്യം എടുക്കാം. മാർക്കോ എന്ന് പറയുന്ന സിനിമ റിലീസായ സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം അതിന്റെ റിവ്യൂ ഇട്ടത് സീക്രട്ട് ഏജന്റ് ആണ്. പുള്ളി ആ റിവ്യൂ ചെയ്തത് എന്തുകൊണ്ടാണ്? ആ സബ്ജക്റ്റിന്റെ വാല്യൂ, വ്യൂവർഷിപ്പ് വാല്യൂ പുള്ളിക്കാരന് വേണം. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടോ? നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീക്രട്ട് ഏജന്റ് ഒരു 2 ആഴ്ചയായിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസിനൊന്നും തന്നെ അത്യാവശ്യം നല്ല വ്യൂസ് ഒന്നുമില്ല. 1 ലക്ഷം വ്യൂസ് ഒക്കെ തന്നെ ചുരുക്കമാണ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ വ്യൂ എന്ന് പറയുന്നത് 5 ലക്ഷം കടന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞ അരി മേടിക്കാനാണെന്ന് പറയാം. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. അതാണ്ട് 6800 കമന്റുകളോളം ഉണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. പക്ഷേ ഈ 6800 കമന്റും സീക്രട്ട് ഏജന്റിന് നെഗറ്റീവായിട്ടാണ് എഴുതിയിട്ടേക്കുന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പക്ഷെ സീക്രട്ട് ഏജന്റ് ഈ റിവ്യൂവിനകത്ത് എന്തുവാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോർഷനിൽ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ആ പോർഷൻ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തേക്കാണ്. പുള്ളിക്ക് അങ്ങ് പോസിറ്റീവ് പറയാൻ വയ്യ. ഇപ്പൊ പോസിറ്റീവ് പറയാനും വയ്യ, കുറച്ച് അസൂയയും ഉണ്ട്, ഉണ്ണിമുകുന്ദനോട് കുറച്ച് പേഴ്സണൽ ഒരു ഗഡ്ജ് ഉണ്ട്. അതൊക്കെ തന്നെ നമുക്ക് അതിനകത്ത് റിഫ്ലക്ട് ആകുന്നുണ്ട്. ചേട്ടന്റെ സ്ഥാനത്ത് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നെഗറ്റീവ് പറയാം. പക്ഷേ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിഴിച്ച് മനഃപൂർവ്വം നെഗറ്റീവ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവും. അത് സീക്രട്ട് ഏജന്റിന്റെ ആ കമന്റ് സെക്ഷൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 6300 800 സഹിതം കമന്റുകളുണ്ട്. ആ കമന്റ് മുഴുവൻ അയാളോട് നെഗറ്റീവായിട്ടാണ് ഇട്ടേക്കുന്നത്. നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ സീക്രട്ട് ഏജന്റിനെ ട്രോൾ ചെയ്തും സീക്രട്ട് ഏജന്റിനെതിരെ കമന്റ് ഇട്ടവർ മുഴുവനായിട്ടും PR ടീംസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാൻസും അല്ല, ആ മൂവി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ടുള്ളവരാണ് ഈ സീക്രട്ട് ഏജന്റിനെ എടുത്തിട്ട് അലക്കിയേക്കുന്നത്. 100%. എല്ലാവർക്കും മനസ്സിലായി പുള്ളി പേഴ്സണൽ വെഞ്ചൻസ് വെച്ചിട്ടാണ് ആ സിനിമയുടെ റിവ്യൂ ചെയ്തതെന്ന്. ഇനിയിപ്പോ കിടന്ന് ഉരുണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ.